ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നെൻ്റെ ഓഫീസിലെ ഓണം സെലിബ്രേഷനാണ്. സോ അപ്പോൾ ഒന്ന് ഒരുങ്ങി അടിപൊളിയായിട്ടൊക്കെ പോകണ്ടേ. അപ്പോൾ അതെല്ലാവരും ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അതിപ്പോൾ നീ എന്തിനാ ഞങ്ങളെ കാണിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യമില്ല, അത്ര എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ മുഖത്ത് എൻ്റെ സിറമൊക്കെ അപ്ലൈ ചെയ്ത് എന്നുവെച്ചാൽ എനിക്ക് സിറം അപ്ലൈ ചെയ്യുന്ന കുറച്ച് ടൈം എടുക്കുന്നൊരു കാര്യമാണ്. കാരണം വെറ്റ് ഫേസിലാണ് എൻ്റെ സിറം അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അത് ഉണങ്ങിയെടുക്കാൻ കുറച്ച് പാടാണ്. അതുകൊണ്ടാണ് ഞാൻ അത് കാണിക്കാത്തത്. അത് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം എനിക്ക് 15 മിനിറ്റ് എടുക്കേണ്ടി വരും. അതുകൊണ്ടാണ് അത് ഞാൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സിറം അപ്ലൈ ചെയ്ത് കഴിഞ്ഞ ഉടനെ മോയ്സ്ചറൈസിങ് ലോഷൻ അപ്ലൈ ചെയ്യും. ഇതാണ് എൻ്റെ ഫേസ് സിറം. അപ്പോൾ ഇത് കഴിഞ്ഞ് മോയ്സ്ചറൈസിങ് ലോഷൻ, അതും കഴിഞ്ഞ ഉടനെയാണ് ഞാൻ ഈ ഒരു സൺസ്ക്രീൻ ലോഷൻ അപ്ലൈ ചെയ്യുന്നത്. UV ഡോക്സിൻ്റെ സൺസ്ക്രീനാണ് ഡെർമറ്റോളജിസ്റ്റ് സജസ്റ്റ് ചെയ്തിട്ടുള്ളതായിരുന്നു. അപ്പോൾ ഈ ഒരു മോയ്സ്ചറൈസിങ് ലോഷനായാലും സൺസ്ക്രീൻ ആയാലും അപ്ലൈ ചെയ്യുന്ന സമയത്തും ഞാൻ മുഖം അത്യാവശ്യം നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാറുണ്ട്. കാര്യം വേറെ ഒന്നുമല്ല, രാവിലെ എണീക്കുമ്പോഴത്തേക്കും നമ്മുടെ മുഖമൊക്കെ ഒരുമാതിരി ബൾജായിട്ടൊക്കെ ഇരിക്കാറുണ്ട്. ഐ ബാഗ്സും ഒക്കെ വന്ന് ഒരുമാതിരി വൃത്തിയായിട്ട കുളത്തിൽ എൻ്റെ അങ്ങനെയാണ്. എനിക്ക് പണ്ട് തൊട്ടേ മുഖം അങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ അതുകൊണ്ട് മുഖം അത്യാവശ്യം മസാജ് ചെയ്ത് കൊടുക്കും. കണ്ണ് താഴെ മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ റിംഗ് ഫിംഗർ മാത്രം ഉപയോഗിച്ച് മസാജ് ചെയ്യാൻ നോക്കുക. അല്ലാന്നുണ്ടെങ്കിൽ കണ്ണ് താഴെ കറുപ്പ് വീഴാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ ആ ഒരു എന്താ പറയുക, നമ്മുടെ സൺസ്ക്രീനൊക്കെ ഇട്ട് ഞാൻ ഫേസ് ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് മേക്കപ്പിൻ്റെ പരിപാടികളാണ്. ഞാൻ മേക്കപ്പ് ഇടുന്ന കാര്യത്തിൽ ഭയങ്കര അടിപൊളിയൊന്നുമല്ല ഗൈസ്. എനിക്ക് അത്യാവശ്യം എന്തൊക്കെയോ കാണിച്ചു കൂട്ടാൻ അറിയാമെന്നുള്ളതല്ല, ഭയങ്കര സൂപ്പറല്ല. ഇത് സ്ട്രോപ്പ് ക്രീമാണ്, അതുപോലെ തന്നെ ഫൗണ്ടേഷനും ഉണ്ട്. രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. സ്ട്രോപ്പ് ക്രീം യൂസ് ചെയ്യുന്നത് നൈക്കയുടെയാണ്. അതുപോലെ ഈ ഒരു ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്നത് ലാക്മിയുടെയാണ്. അപ്പോൾ രണ്ടും ഡോട്ടായിട്ട് ഇട്ടിട്ട് നമ്മുടെ ആ ഒരു കുട്ടി സ്പോഞ്ചില്ലേ അത് വെച്ചിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാറാണ് പതിവ്. അതുപോലെ സെറ്റിംഗ് സ്പ്രേ യൂസ് ചെയ്യുന്നില്ല. പകരം എനിക്ക് ഇതൊക്കെ ഇട്ട് കഴിയുമ്പോൾ മുഖം ഒരുമാതിരി ഓയിലി ആയ പോലത്തെ ഒരു ഫീലാണ്. അപ്പോൾ ആ ഒരു ഫിനിഷിങ് ഫീല് കിട്ടണം എന്നുണ്ടെങ്കിൽ എനിക്ക് നമ്മുടെ നോർമൽ പൗഡർ ഇട്ട് കൊടുത്താലേ പറ്റത്തുള്ളൂ. സോ ഇതെല്ലാം കഴിഞ്ഞിട്ട് പൗഡർ ഇട്ട് കഴിഞ്ഞിട്ടാണ് ഞാൻ കോമ്പാക്റ്റ് അപ്ലൈ ചെയ്യുന്നത്. കോമ്പാക്റ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇടണമെന്നൊന്നുമില്ല. ആ സെറ്റിംഗ് സ്പ്രേക്ക് പകരം ഞാൻ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ. അത് ടച്ച് ചെയ്യുമ്പോൾ വല്ലതും വരുന്നുണ്ടോയെന്ന് പോലും എനിക്ക് അറിയാറില്ല. പക്ഷെ ഞാൻ അങ്ങനെയാണ് ചെയ്ത് കൊടുക്കാറുള്ളത്. ലാക്മിയുടെ തന്നെ കോമ്പാക്ട് പൗഡറാണ് യൂസ് ചെയ്യുന്നത്. പൗഡർ നോർമൽ പൗഡറാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. ഞാൻ ഏതിൻ്റെയാണ് യൂസ് ചെയ്യുന്നത്, എനിക്ക് തോന്നുന്നു എൻജാൻറ്റിയർ അങ്ങനെ എന്തോ ആണ് ഉപയോഗിക്കുന്നത്. ഞാൻ പ്രത്യേകിച്ച് ബ്രാൻഡ് നോക്കിയിട്ട് വാങ്ങിക്കുന്നുണ്ട്. അത് നോർമൽ ഒരു പൗഡർ അങ്ങ് വാങ്ങിച്ചിട്ട് ഫേസിലിടുകയാണ് ചെയ്യുന്നത്. ഇത്രയേ ഉള്ളൂ. ഇതിനകത്തിൽ ആ പൗഡർ അതിനകത്തിൽ പറ്റിയിട്ടുണ്ടോയെന്ന് പോലും എനിക്കറിയില്ല. ഇനി അടുത്ത ഐടെക്സിൻ്റെ കാജലാണ്, സ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഐബ്രോ പെൻസിലാണെങ്കിലും ലാക്മിയുടെയാണ് യൂസ് ചെയ്യുന്നത്. ഈ ഐബ്രോ ഫില്ല് ചെയ്ത് കൊടുക്കാൻ എനിക്കറിയില്ല. അത് കുറേ ട്യൂട്ടോറിയൽസ് കണ്ടിട്ടുണ്ടെങ്കിലും ഞാനതിൽ അത്ര എക്സ്പേർട്ട് അല്ല. സോ നമ്മുടെ നോർമൽ ഐബ്രോ പെൻസിലാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഇപ്പോഴും. ദെൻ ഒരു ഐലൈനർ ആണെങ്കിലും ഞാൻ യൂസ് ചെയ്യുന്നത് മെബിലൈൻ്റെ ആണ്. അതും ഇത് വാട്ടർ പ്രൂഫാണ്. ബട്ട് നമുക്ക് അത്യാവശ്യം കഴുകാനൊക്കെ പറ്റും കേട്ടോ. കുറച്ചൊന്ന് സോപ്പിട്ട് ഫേസ് വാഷ് ഇട്ട് വാഷ് ചെയ്യുമ്പോഴത്തേക്ക് പോവാറുണ്ട്. ഭയങ്കര വാട്ടർ പ്രൂഫായിട്ടില്ല. ഇനി ഇതാണ് എൻ്റെ മെയിൻ ടൂൾ. കാരണം എൻ്റെ മുടി കിടക്കുന്നുണ്ടല്ലോ ചാപ്രാച്ചി പോലെ. ഇനി ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ബ്രഷ് ഇല്ലാണ്ട് പറ്റില്ല. ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഞാൻ പിൻ ചെയ്തിട്ടുണ്ട് അതിനകത്ത്. അപ്പോൾ അത് കണ്ടിരുന്നാൽ മതി എങ്ങനെയാണ് യൂസേജ് എന്നുള്ളത്. ദെൻ ഇത് വെച്ചിട്ട് ആണ് ഞാൻ ഹെയർ ഫുള്ള് സെറ്റ് ചെയ്തെടുക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഈ മുടി കുളത്തിൽ പറ്റില്ല. ഞാൻ ഹെയർ സെറ്റ് ചെയ്തിട്ടുണ്ട്. മുടി ഫസ്റ്റ് ടൈം കെട്ടിയപ്പോൾ തന്നെ സെറ്റായി വന്നിട്ടുണ്ട്. ആദ്യമായിട്ട് സംഭവിച്ചൊരു കാര്യം കേട്ടോ അത്. എനിക്ക് ഇതുവരെ അങ്ങനെ സംഭവിച്ചിട്ടില്ല. 10 തവണ അഴിച്ച് കെട്ടിയാൽ മാത്രം നേരെയാവുന്നൊരു മുടിയാണത്. മുടിയും കെട്ടി ഓർണമെൻറ്റ്സ് എല്ലാം ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ ശ്രീകാര്യത്ത് മൂക്കുത്തി എന്ന് പറയുന്ന ഫാൻസി ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചാൽ അത്യാവശ്യം ഭയങ്കര കളക്ഷൻ ഉള്ളൊരു ഫാൻസി ഷോപ്പാണത്. റേറ്റും ഭയങ്കര റീസണബിൾ ആയിട്ടുള്ള റേറ്റാണ്. ഇനി ഇതാണ് എൻ്റെ ഔട്ട്ലുക്ക് വരുന്നത്. മെറ്റീരിയൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന പോത്തീസിൽ നിന്നായിരുന്നു. തയ്ച്ചിട്ടുണ്ടായിരുന്ന റെയിൻബോ ട്രെൻഡ്സ് കഴക്കൂട്ടത്തുനിന്നാണ് സീഷൽ. ഞാൻ അവിടെയാണ് എൻ്റെ എല്ലാ ഡ്രസ്സും തയ്ക്കാറുള്ളത്. അപ്പോൾ പോകാനായിട്ടെല്ലാം റെഡി ആയിട്ട് നിൽപ്പുണ്ട്. പക്ഷെ നമ്മൾ ബ്ലോക്കിൽ കിടക്കുകയാണ്. സോ അതുകൊണ്ട് അപ്പോൾ ഒന്ന് വരാമെന്ന് കരുതിയിട്ടാണ്. ഇപ്പോൾ എനിക്ക് പൂവ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. സോ ഇതൊരു 99% എൻ്റെ ഔട്ട്ലുക്ക് ഇതാണ്. ഇനി പൂവും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഫൈനൽ ലുക്ക് ആവുന്നതായിരിക്കും. ആദ്യത്തെ എൻ്റെ ഒരു കോലവും ഇതും തമ്മിൽ രാവും പകലും തമ്മിലുള്ള വ്യത്യാസമാണ് എനിക്ക് തോന്നുന്നത്. മേക്കപ്പിൻ്റെ ഓരോരോ ലീലാവിലാസങ്ങളിൽ വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു.
ലിപ്സ്റ്റിക് എന്നെ കളഞ്ഞു പോയി. സോ ഞാൻ ലിപ് പെയിൻറ്റർ വെച്ചിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ വീഡിയോ കാണിക്കായിരുന്നു. അപ്പോൾ പൂ വന്നിട്ടുണ്ട്. ദിസ് ഈസ് മൈ ഫൈനൽ ലുക്ക്. ഇതായിരുന്നു ഞങ്ങളുടെ ഓഫീസിൽ ഞങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്ന ഓണപ്പൂക്കളം. രാവിലെ തന്നെ പൂവെല്ലാം പോയി വാങ്ങിച്ചിട്ട്, ഞാനല്ല കേട്ടോ വാങ്ങിച്ചത്, ഓഫീസിലെ വേറെ കുട്ടികളാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അവരെല്ലാം വാങ്ങിയിട്ട് ഞാൻ വരുന്നതിന് മുന്നേ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ വന്നിട്ട് ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ടെക്കിൻ്റെ കോളേജാണ്. സോ പരിചയപ്പെടുത്താൻ പറ്റിയിട്ടില്ല. പെട്ടെന്നുള്ളൊരു വീഡിയോ ആയിരുന്നു. ഞാൻ പരിചയപ്പെടുത്താൻ നിന്നാലും അവർ വരത്തില്ല, അത് വേറെ കാര്യം. ഇനി അടുത്തത് നമ്മുടെ ഓണസദ്യയാണ്. ഞങ്ങൾ രുചി എന്ന് പറയുന്ന ട്രിവാൻഡ്രത്ത് തന്നെയുള്ള റെസ്റ്റോറൻറ്റിലായിരുന്നു ഓണസദ്യ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ ആ ടൈമിലേക്ക് അവിടെ പോയി കഴിക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഞങ്ങളുടെ കുറേ അടിച്ചുപൊളിത്തരങ്ങളൊക്കെ ആയിട്ട് ആ ഓണം അടിപൊളിയായി. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം ഗൈസ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ.